ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടം എന്ന ടോപ്പിക്കിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരാൾ ഒരു ടി വിയും സ്കൂട്ടറും 6000 രൂപ വീതം വിലയ്ക്ക് വിറ്റു. ടി വിയുടെ കച്ചവടത്തിൽ 10% ലാഭവും സ്കൂട്ടറിന്റെ കച്ചവടത്തിൽ 10% നഷ്ടവും ഉണ്ടായി. എങ്കിൽ മൊത്തത്തിൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ? എത്ര ശതമാനം? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിറ്റ വിലയാണ് സെയിം അല്ലെ. രണ്ട് ഉൽപ്പന്നങ്ങൾ ഇവിടെ, ഒന്ന് ടി വി ഒന്ന് സ്കൂട്ടറുമാണ്. രണ്ടും 6000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? വിൽക്കുവാണ്. അപ്പൊ വിറ്റ വില തുല്യമായിട്ട് വരുവാണെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? വിറ്റ വില തുല്യമാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇനി ഇത് എത്ര ശതമാനമാണ് നഷ്ടം എന്ന് കാണാൻ ഒരു ഫോർമുലയുണ്ട്. നഷ്ടശതമാനം = x²/100. എന്താണ്? നഷ്ടശതമാനം = x²/100. ഇവിടെ x എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ തന്നിരിക്കുന്ന ശതമാനം, അതാണ് x ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം എത്രയായിരിക്കും നോക്കിക്കേ. എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? 10 ഇട്ട് കൊടുക്കുക. അപ്പം x² എന്നാണ്. അപ്പൊ 10² എന്താണ്? 100. അത്രയും ശതമാനമായിരിക്കും നഷ്ടം. ഇനി 10² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതിന്റെയും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണുക? 10² എന്ന് പറഞ്ഞാൽ 10 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? 10² എന്ന് പറഞ്ഞാൽ 10 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 3² എന്ന് പറഞ്ഞാൽ 3 × 3നെയാണ് 3² എന്ന് പറയുന്നത്. ഇപ്പൊ 5:4 എന്ന് പറഞ്ഞാലോ 5 × 5 × 5 × 5 5 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5:4 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 10² എന്ന് പറയുമ്പോൾ 10 × 10 ആണ്, അല്ല 10 × 2 അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ 10² എന്ന് പറയുമ്പോൾ 10 × 10, ദാറ്റ് ഈസ് 100/100%. 100/100 എന്ന് പറയുമ്പോൾ 1% എന്ന് കിട്ടും. അപ്പൊ 1% നഷ്ടമായിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരിക. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ വാങ്ങിയ വിലയായിരുന്നു തുല്യം. വാങ്ങിയ വില തുല്യമാണെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി വിറ്റ വിലയാണ് തുല്യമെങ്കിൽ, വിറ്റ വില തുല്യമാണെങ്കിൽ നഷ്ടമായിരിക്കും എപ്പോഴും വരിക. ആ നഷ്ട ശതമാനം കാണാനുള്ള ഫോർമുല പഠിച്ചു വയ്ക്കുക. x²/100%. എക്സ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് വേണം എക്സ് ആയിട്ട് എടുക്കാൻ. ഇനി സ്ക്വയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. 10² എന്നോ 20² എന്നോ ഒക്കെ ആണെങ്കിൽ 20 × 20, 20² ആണെങ്കിൽ 20 × 20 എന്ന് വേണം എഴുതാൻ. ഇവിടെ 10² ആയതുകൊണ്ട് 10 × 10. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്